കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഫാമിലി വ്ളോഗാണെന്ന്. ഇതെൻ്റെ അനിയത്തിയാണ്. ഇവിടുന്ന് ഞാനും ഉമ്മയും ഇവളും ഉണ്ടായിരുന്നത്. പിന്നെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് അവർ വേറെ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ പകുതി വരെ പോയി. എന്നിട്ട് അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരും ഓട്ടോയിൽ തന്നെയാണ് വന്നത്. എല്ലാവരും കൂടി ഓട്ടോയിൽ വന്ന് ഞാൻ പെട്ടെന്ന് ഫ്ലാഷ് അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന റിയാക്ഷനാണ് കണ്ടത്. പിന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തി. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പോയത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു 5:58 ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു ചായ അടിച്ച് കുടിച്ച് എല്ലാവരും കൂടിയിട്ട്. പിന്നെ വീഡിയോയിലുള്ള എല്ലാവരും എൻ്റെ കസിൻസാണ്. ഇതെല്ലാം എൻ്റെ കസിൻസാണ്. എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ ഒരു 6:30ക്കാണ് നമ്മുടെ ട്രെയിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് കയറിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇത് വേറെ ആരല്ല, ഉമ്മയുടെ ഉമ്മയാണ്. അങ്ങനെ ട്രെയിനിൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ഫസ്റ്റ് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ മേലെ കയറിയിരുന്നു. ഇതാണ് ഷെസ ബേബി. അവൾ നല്ല ഉറക്കിയിരുന്നു ട്രെയിനിൽ കയറിയ സമയത്ത്. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് കണ്ണൂർ എത്തിയപ്പോഴേക്കും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അപ്പം ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാണിത്. പിന്നെ പോകുന്നത് എവിടുക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, വേറെ എവിടുക്കില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അവർ പയ്യന്നൂരാണ് അവരുടെ സ്ഥലം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തി. അവിടേക്ക് ഞങ്ങളെ വിളിക്കാൻ വന്നത് ഉമ്മയുടെ കസിൻ ബ്രദർ ആയിരുന്നു. ഇതാണ് ആള്. അങ്ങനെ പിന്നെ പെട്ടിയെല്ലാം വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി പോയി. ഷെസ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇത് ആരുടെ വീടാന്ന് വെച്ചാൽ ഉപ്പപ്പാടെ സിസ്റ്ററിൻ്റെ വീടാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണതാണ് ഈ കാണുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ എനർജി മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് ഓൾറെഡി പനിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എന്നെ കാണിച്ച്. അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ വേറെ എവിടേക്കും പ്രത്യേകിച്ച് പോയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പുറത്ത് പോകാൻ ഇറങ്ങിയത്. പിന്നെ ഞാൻ ഷെസിനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ കാറിൽ കയറി. രാവിലെ പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് കവായി ബാക്ക് വാട്ടേഴ്സിലേക്കായിരുന്നു. അവിടുത്തെ വ്യൂവും ബോട്ടിങ്ങും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല വ്യൂ ആയിരുന്നു അവിടെ. ഇത് വേറെ ഏതോ ആൾക്കാരാണ്. അവരുടെ കൂടെ പപ്പിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾക്ക് പിന്നെ ടൈം ഇല്ലാത്ത കാരണം അന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ജുമാനുള്ള കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോയി. അവിടുന്ന് പിന്നെ പോയത് കുരങ്ങന്മാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതെന്തോ കാവിൻ്റെ ഉള്ളിൽ കുറേ കുരങ്ങന്മാരുണ്ട്. അവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അവരൊന്നും കാട്ടില്ല, ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഷെസ നല്ല എൻജോയ് ചെയ്തിരിക്കണം അവിടെ. അവൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല എൻജോയ് ചെയ്തു. അതാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല അവനക്ക് പേടിയായിട്ട്. അവിടുന്ന് പിന്നെ ബീച്ചിലോട്ട് പോകാറുണ്ട്. ബീച്ചിലോട്ട് പോയി. അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി. എല്ലാ സ്ഥലത്തുനിന്നും പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് പിന്നെ ഞാനും ഷെസിയും കൂടിയിട്ട് കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. ഞങ്ങളെല്ലാവരും ബീച്ചിൽ കുറച്ചു നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ ജുമായുടെ ടൈം ആയ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നതാണ് ബേക്കൽ ഫോർട്ടിക്ക്. അത് പിന്നെ പോയത് ട്രാവലറിലാണ്. ട്രാവലറിൽ എല്ലാവരും കൂടിയിട്ട് പോയി. വണ്ടി കയറിയ മുതലേ എല്ലാവരും നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്ന കാരണമാണ് ഞാൻ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാത്തത്. ഇതിലെല്ലാത്തിലും നല്ല സൂപ്പർ പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ പിന്നെ കുറേ നേരത്തെ ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് ബേക്കൽ ഫോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. നല്ല രസമുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഫോർട്ടാണ് ഇത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ടേക്ക് ചെയ്ത്. അവിടെ ചെറിയ ടിക്കറ്റ് ചാർജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വ്യൂ ആയിരുന്നു. ഒരു 10-12 ആൾക്കാരെങ്കിലും ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ഞാനതിൽ ആഡ് ചെയ്യാത്തത്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി കണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത കാഴ്ച കണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ബേക്കൽ ഫോർട്ടിൻ്റെ താഴെ തന്നെ ബീച്ചാണ്. ഈ ഒരു വഴി കൂടിയാണ് ബീച്ചിലോട്ട് ഇറങ്ങി പോവുക. അവിടെ ഇറങ്ങിപ്പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ വ്യൂ കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന്. പിന്നെ അവിടുന്ന് താഴത്തേക്ക് നടന്നു കഴിഞ്ഞാലാണ് ബീച്ച് വ്യൂ കാണാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നല്ല അടിപൊളി സൺസെറ്റും അവിടെ നിന്നാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് സൺസെറ്റും എല്ലാം കണ്ട് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത്. ഞങ്ങൾക്ക് ഇതന്നെ ഇരുന്ന് പണി, വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല. കുറേ ഫോട്ടോ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും മുകളിലേക്ക് നടന്ന് അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ച് എല്ലാവരും കൂടിയിട്ട്. ഇത് ഷെസ് ഐസ്ക്രീം കഴിക്കുന്ന കോലാണ് ഈ കാണുന്നത്. പിന്നെയും കുറേ നമ്മൾ നടന്നു പോയപ്പോൾ അവിടെ ബീച്ചിൽ കാർണിവൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അവിടുത്തെ ആ ഒരു ക്രൗഡ് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. 6:15 വരെ ആയിരുന്നു അവിടെ അലോ ചെയ്ത ടൈം എന്ന് പറഞ്ഞത്.
പിന്നെ ആ ഒരു ടൈം ആയപ്പോഴേക്കും സൺസെറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു വ്യൂ, സണ്ണ് ഇറങ്ങി പോകുന്ന ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ തിരിച്ചു പോകുമ്പോൾ നൈറ്റ് ആയ കാരണം കുറേ ഡാൻസ് കളിച്ച് എല്ലാവരും കൂടിയിട്ട്. ഷസീം നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുമ്പോൾ വെച്ച പാട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് അടിക്കുന്നുള്ള എനിക്ക് ഉറപ്പിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ആഡ് ചെയ്യാൻ നിന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അവർ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആയിരുന്നു. അവിടുന്ന് പിന്നെ ലാസ്റ്റ് വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലെത്തിയേക്ക് എല്ലാവരും കിടന്നുറങ്ങി. അത്രയും ക്ഷീണമുണ്ടായിരുന്നു, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വീണ്ടും പനി തുടങ്ങിയത്. ഈ കൊച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം 11 മണിക്കായിരുന്നു നമ്മുടെ ട്രെയിന്. എല്ലാവരും എണീറ്റ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിന്ന്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴുള്ള ഉഷാറൊന്നും അങ്ങോട്ട് പോകുമ്പോൾ ആർക്കും ഇല്ല. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്ന് കുറച്ച് കീച്ചെയിനൊക്കെ എല്ലാവരും മേടിച്ച് 4 മണിക്കൂർ യാത്രയാണ് അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ എത്തി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയ കാരണം അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.